ഹാഫ്ലേ ആരാധകർക്ക് വേണ്ടിയിട്ട് ഹാഫ്ലേയുടെ കുറേ യൂണിറ്റാണിത്. ഇതാണ് കുറേ കൂടി സ്റ്റൈലായിട്ട് വരുന്ന ഹാഫ്ലേയുടെ തോന്നുന്നു അല്ലേ. കത്തി വെക്കുന്ന സ്ഥലം തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത് നോക്കി വയ്ക്കും. സ്പൂൺ വെക്കുന്ന സ്ഥലം, ഫോർക്ക് വെക്കുന്ന സ്ഥലം എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇത് ഹൈറ്റ് പോയി, ഇനി ഇത് പിടിച്ചു വലിക്കണമെങ്കിൽ എന്നെ പോലെ ഹൈറ്റുള്ള ഒരാൾ വേണം. ഒരുപാട് കോർണർ യൂണിറ്റുകൾ, ടോൾ യൂണിറ്റുകൾ, ഇത്തരത്തിലുള്ള കട്ട്ലറി സ്റ്റാൻഡുകൾ, പ്ലേറ്റ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെക്കുമ്പോഴാണ് ഒരു മോഡുലാർ കിച്ചൺ സാധ്യമാവുന്നത്. സാംസങ്ങിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ സാംസങ്ങിൻ്റെ പ്രൊഡക്റ്റുകളുടെ മാത്രം ഒരു ഫാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് കിച്ചൺ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ആ സാംസങ്ങിൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു താല്പര്യം ജനിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ ഹാഫ്ലേ ആരാധകർക്ക് വേണ്ടിയിട്ട് ഹാഫ്ലേയുടെ കുറേ യൂണിറ്റാണിത്. ഇതാണ് കുറേ കൂടി സ്റ്റൈലായിട്ട് വരുന്ന ഹാഫ്ലേയുടെ തോന്നുന്നു അല്ലേ, കാണാനൊരു സ്റ്റാൻഡേർഡും. പിന്നെ ഒരു കാര്യം, മോഡുലാർ കിച്ചൺ പണിയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 85 to 90 ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് ഉയർത്താൻ കഴിയും. എപ്പോഴാണോ കിച്ചൻ്റെ വർക്ക് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ ഹൈറ്റ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ക്രമീകരിക്കാൻ. നമ്മുടെ മെസ്സായി കിടക്കുന്ന പല കിച്ചനുകളും കാണുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള എക്സസറീസുകളുടെ അഭാവം കാണാൻ കഴിയും. കണ്ടില്ലേ, കത്തി വയ്ക്കുന്ന സ്ഥലം തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത് നോക്കി വയ്ക്കും. സ്പൂൺ വയ്ക്കുന്ന സ്ഥലം, ഫോർക്ക് വയ്ക്കുന്ന സ്ഥലം, ഇതുപോലെ ബോട്ടിൽ വയ്ക്കുന്ന സ്ഥലം എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സ്പൂൺ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചു, എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് കണ്ടു. ഇതൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വളരെ കൃത്യമായി ക്ലീൻ ചെയ്ത് ഇതുപോലെ ഇരിക്കും. ഇവിടെയൊക്കെ നമുക്ക് ഇത് പ്ലേറ്റ് റാക്കാണ്, വൃത്തിയായിട്ട് ഇതുപോലെ ചെയ്യാൻ കഴിയും. കണ്ടല്ലോ, എല്ലാ സ്റ്റോറേജുകളും ഫെസിലിറ്റികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമാവുന്ന രീതിയിലൊക്കെ നമ്മുടെ കിച്ചൺ പ്ലേറ്റ് റാക്കൊക്കെ എത്ര ഭംഗിയായിട്ട് എത്ര പ്ലേറ്റുകളാണ് അടക്കി വയ്ക്കാൻ പറ്റും നോക്കി. തവകൾ, ഇതൊക്കെ വെറ്റായിരിക്കുന്ന പല പ്രൊഡക്റ്റുകളും വെക്കാനാണ് ഇത്തരത്തിലുള്ളത്. ഇതിൻ്റെ അടിയിൽ നമ്മുടെ അതിൽ വെള്ളം ഒക്കെ നിൽക്കാനുള്ള ഫെസിലിറ്റികൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നീക്കാൻ പറ്റൂട്ടോ. എങ്ങനെയാണ് നമുക്ക് വെക്കേണ്ടത് വെച്ചാൽ അതൊക്കെ നീക്കിയിട്ട് ഓരോരോ പ്രൊഡക്റ്റുകൾ ഇളകാത്ത രീതിയിൽ ഇതുപോലെ ഫിക്സ് ആക്കി വെക്കാൻ കഴിയും. എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന കിച്ചണിൽ ഈ ഒരു ടെക്നോളജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇത് ഹൈറ്റ് പോയി, ഇനി ഇത് പിടിച്ചു വലിക്കണമെങ്കിൽ എന്നെ പോലെ ഹൈറ്റുള്ള ഒരാൾ വേണം. സാധാരണ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിച്ചൻ്റെ എക്സസറീസ് ആണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കണ്ടില്ലേ, ഈ ഒരു എക്സസറീസ് ഒരു നോർമൽ ലേഡിക്കും അതുപോലെ വലിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ വർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു വർക്ക് വരയ്ക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു യൂണിറ്റ് ചെയ്യാൻ പറയും. ഈ പുൾ ഔട്ട് യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. വളരെ ഈസിയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫർണിച്ചർ ഇൻറ്റീരിയർ അറിവുകൾ നമ്മുടെ പേജിലൂടെ വരുന്നുണ്ട്. അത് കാണുന്നതിന് വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യാം.